ഇപ്പോൾ ചെകുത്താൻ എന്ന ഫെയിമിൽ അറിയപ്പെട്ടിരുന്ന ആളിപ്പോൾ തിരുവല്ലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. ശരിക്കും മത്സരിക്കുക എന്നൊരു തീരുമാനം എപ്പോഴാണ് എടുത്തത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ തീരുമാനിച്ചതായിരുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ഐഡിയാസും കോൺസെപ്റ്റും ഒക്കെ ഉണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുന്നത് ഗവൺമെന്റിൽ അത് ഇംപ്ലിമെന്റ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ബെറ്റർ സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. കാരണം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ഗവൺമെന്റ് സിസ്റ്റത്തിന് ആണ് എൻ്റെ ശ്രമം. അല്ല അതിനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അല്ലെങ്കിൽ അതിനൊരു വേറെ രീതിയിലൊരു കൺസെപ്റ്റാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വിചാരിക്കുക. ആ ട്രാൻസ്പെറൻസി വർക്ക് ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. പബ്ലിക്ക് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏത് മൂലയ്ക്കിരുന്ന് വരാൻ ഓഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാൻസ്പെറൻറ്റ് ഗവൺമെൻറ് സിസ്റ്റം ഒരാൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് പ്രാവർത്തികമായാൽ നമ്മൾ ഈ അമേരിക്കയിലോട്ട് UK-യിലോട്ടും നോക്കേണ്ട കാര്യമില്ല, അവരെല്ലാം നമ്മളെ നോക്കും. മനസ്സിലായോ? അത് ഒരു പബ്ലിക് ഓഡിറ്റ് ചെയ്യണം. ഞാൻ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകൾ ചൂണ്ടിക്കാണിക്കലൊക്കെ തന്നെയാണ്. കണക്കുകൾ തെറ്റിയാൽ അത് നമുക്ക് അവർ പിടിക്കും, നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ആ ചോദ്യത്തിന് ഉത്തരം തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. പബ്ലിക് തന്നെ അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. സിമ്പിളാണ് കൺസെപ്റ്റ്. അല്ലാതെ ഇത് ഒരു 10 പേരുടെ തലയിലോ ഒന്നും അല്ല ഇത് കിട്ടുന്നത്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും അതിനകത്ത് ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ഇത് കറക്റ്റ് ചെയ്യാനുള്ള സജഷൻസ് കൊടുത്താൽ ഏറ്റവും നല്ല സജഷൻ എടുത്തിട്ട് അത് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ല സിസ്റ്റം നമ്മുടെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഓഡിറ്റിന് വിധേയനാകുക എന്ന് പറഞ്ഞാൽ അതിന് പെർഫെക്ഷൻ കൂടുക. അപ്പോൾ അതിന് സൊല്യൂഷനും നമ്മൾ എല്ലാവരും കണ്ടെത്തുന്നത്. അല്ലാതെ ഒരിക്കലും അത് ഒരു പ്രത്യേക ഒരു സിസ്റ്റം വേറെ ഒരു കൂട്ടം ആൾക്കാരുടെ പണിയല്ല. ഏത് സാധാരണക്കാരുടെ അഭിപ്രായം പറയാം, ആ അഭിപ്രായം നല്ലതാണ് എടുക്കുക, അത് കറക്റ്റ് ചെയ്യുക. തെറ്റും കുറവുകളും എല്ലായിടത്തും ഉണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്, എല്ലാ സിസ്റ്റത്തിലും ഉണ്ട്. 100% പെർഫെക്ഷൻ ഒന്നിനുമില്ല. പക്ഷെ മാക്സിമം പെർഫെക്ഷൻ, 0 കറപ്ഷൻ, അതാണ് ട്രാൻസ്പെറൻസി. ഇപ്പോൾ ഇങ്ങനൊരു കൺസെപ്റ്റുമായിട്ട് വരുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ കൺസെപ്റ്റാണിത്. കാരണം കേരളം ഇന്ത്യയിൽ പോലും ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇന്ന് വരെ പരീക്ഷിക്കുകയോ വിജയിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റുമായിട്ട് ഒറ്റയാൾ പോരാട്ടം പോലെ വരുമ്പോൾ എന്തുകൊണ്ട് തിരുവല്ല സെലക്ട് ചെയ്തു? എൻ്റെ നാട് തിരുവല്ലയാണ്. ഞാൻ തിരുവല്ല ജനിച്ചു വന്ന ആളാണ്. അപ്പോൾ എനിക്ക് അവിടെയാണ് സൗകര്യം മത്സരിക്കാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റാന്നി ശ്രമിച്ചപ്പോൾ എനിക്ക് പിന്താങ്ങാൻ ആളെ കിട്ടിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ചുകൂടി ഞാൻ ഡെവലപ്പായി. കാരണം എന്താ വെച്ചാൽ ഞാൻ ചാരിറ്റി തട്ടിപ്പുകൾ നിർത്താൻ വേണ്ടിയിട്ട് ഒരു പെർമനന്റ് സൊല്യൂഷനാണ് ഈ ട്രാൻസ്പെറൻസി വെച്ച് ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതൊരു വെബ്സൈറ്റ് ആയിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ആപ്പ് വരുന്നുണ്ട് ഉടൻ തന്നെ. അപ്പോൾ അതിനകത്തൊരു സൊല്യൂഷൻ കിട്ടി. അതൊരു പെർമനന്റ് സൊല്യൂഷനാണ്. തട്ടിപ്പ് പൂർണ്ണമായിട്ട് നിർത്തും. ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യയിൽ നിന്ന് അല്ല ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സകല കണക്കും തെളിവും എല്ലാം നമ്മൾ പബ്ലിക്കിനെ കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ഇതുപോലെ തന്നെയായിരുന്നു. അത് അന്ന് ആരും ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്ത് ഒരു വർക്കും ചെയ്തിട്ടില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അതിന് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തപ്പോൾ നടന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞത് ഇതൊരു ആന പണിയല്ല, ഇതിന് ഒന്നും ചെയ്യാനില്ല. നമ്മളിതിനെ തുറന്ന് കാണിച്ചാൽ മാത്രം മതി. അവിടെ നിന്നിട്ട് കറക്ഷൻ തുടങ്ങുക. മനസ്സിലായോ? ആ ഓഡിറ്റ് തുടങ്ങാനുള്ള അവസരമാണ് എല്ലാവർക്കും കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഈ സാധനത്തിനകത്ത് ഇപ്പോൾ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പോ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും മാത്രം ചെയ്ത് കഴിയുമ്പോൾ പബ്ലിക്കിൻ്റെ ഒരുപാട് സജഷൻസും ഒപ്പീനിയൻസും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ഐഡിയാസ് ഒക്കെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഐഡിയാസ് വർക്ക് ചെയ്താലും മതി. എനിക്ക് തന്നെ മൊത്തം ഐഡിയ വേണമെന്നില്ല. ഇതിപ്പോൾ ചെകുത്താൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് മത്സരിക്കുന്ന ഒരു സമയമാണ്. അത് മാറി മാറി സ്ഥലങ്ങൾ, സ്വന്തം സ്ഥലത്തല്ലാതെ മറ്റു സ്ഥലങ്ങളിലൊക്കെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ വിമർശനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു ചെകുത്താൻ എന്നൊരു ലേബലിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? അങ്ങനെ ചെകുത്താൻ എന്ന് പറയുന്നത് എൻ്റെ പേരൊന്നുമില്ല. ഞാൻ ഇട്ടേക്കുന്ന ഒരു പേരിന്റെ പ്രൊഫൈൽ നെയിമാണ്. നാളെ ഞാൻ ദൈവം നോക്കിയാൽ ഒന്നും സംഭവിക്കാനില്ല. സെയിം ചെകുത്താൻ എന്നൊരു ഞാൻ ഇതിനകത്ത് ഞാൻ തന്നെ ഇട്ടിട്ടില്ല. ഇപ്പൊ നാളെ ഞാൻ ദൈവം എന്ന് പേര് മാറ്റി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കത്തില്ല. പേരിലൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഫെയിം ഉണ്ടായതുകൊണ്ട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ ഇത്രയും പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. അല്ലെ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ഇത് ഇങ്ങനെ ഇടപെടാൻ പറ്റുന്നുള്ളതുകൊണ്ട് മാത്രമായ ആൾക്കാരാണ്. അല്ലേ നമുക്ക് ഇവിടെ വന്നാൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് പ്രചരിപ്പിക്കാനുള്ള ഒരു മീഡിയം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് മെയിൻ സ്ട്രീം മീഡിയയുടെ സപ്പോർട്ടോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ വലിയ ഫണ്ടോ ഒന്നുള്ള ആളൊന്നുമല്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ വന്നാലേ അറിയാൻ പറ്റുള്ളൂ.
ഞാൻ അതുവഴിയായിരിക്കും പ്രചരണങ്ങൾ നടത്തുന്നത്. ഇപ്പൊ തിരുവല്ലയുടെ ഞാൻ പറയില്ല, ഇത് തിരുവല്ലയ്ക്കോ അല്ലെങ്കിൽ കേരളത്തിനോ ഒന്നും വന്നൊരു കൺസെപ്റ്റ് അല്ല. ലോകത്ത് എവിടെ വേണേലും ചെയ്യാവുന്ന കൺസെപ്റ്റ്. ട്രാൻസ്പെറന്റ് ആക്കുന്നതിന് ആർക്കും എവിടെയാക്കാം, എന്തും ആക്കാം. ഏത് മാനേജ്മെന്റ് സിസ്റ്റത്തിനെയും ട്രാൻസ്പെറന്റ് ആയിട്ട് മാനേജ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പിൻവാതിലുണ്ടാകത്തില്ല, ഒരാളെയും വ്യത്യസ്തരാകുന്നില്ല, ഇക്വാളിറ്റി ഉണ്ട്. പിന്നെ അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അല്ലാതെ ഒരാൾ ബൈപ്പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ആരുടെയും എല്ലാവരും കാണുകയാണ്. മനസ്സിലായില്ല? ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ട് അറിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ഈ പറയുന്ന ഡെവലപ്മെന്റിനകത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡെവലപ്മെന്റ്? നമ്മളെല്ലാവരോടും അധ്വാനിക്കുന്നതിന്റെ പൈസയുടെ ഒരു ഷെയർ ഇട്ടിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫണ്ടില്ലാത്തതല്ല, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയ ഇല്ലാത്തതോ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഇതൊന്നും പ്രാപ്തി ഇല്ലാത്തതല്ല. അവിടുത്തെ ഏക കൺസേൺ എന്ന് പറയുന്നത് ഈ കറപ്ഷനും ഈ അനാസ്ഥയുമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു കാര്യം അല്ലെങ്കിൽ ഈ അഴിമതിയിലും അനാസ്ഥയിലും ഉണ്ടായിരിക്കുന്ന നഷ്ടം, അല്ലെങ്കിൽ ഈ അഴിമതിക്ക് ഉണ്ടായിരിക്കുന്ന കോടികളുടെ കണക്ക് കാണിക്കും. ഇത്ര കോടിയുടെ അഴിമതി നടന്നു, അല്ലേ വേണ്ട ഒരു പാലം വേണം, അത് പൊളിഞ്ഞു വന്നു, ഇതൊക്കെ എന്താ? അത് കോടി ആയി കഴിഞ്ഞാൽ എത്ര കോടി ലാഭമുണ്ട്? അങ്ങനെ ആ ഒരൊറ്റ പ്രശ്നം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ ഇതിന്റെ ഇരട്ടിയാണ് ഡെവലപ്മെന്റ്. മനസ്സിലായില്ലേ? ഒരു റോഡ് അങ്ങ് കുഴിയാവുക, ആ കുഴി ആവരുത്. ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കും, അത് വേണം യൂസ് ചെയ്യാൻ. അല്ലാതെ ഇത് തോന്നി പോലെ ഓരോന്ന് ചെയ്യുന്നതിന് പ്രശ്നമായിട്ട്. ഇതിപ്പോ ഈ ഒരു ഇലക്ഷനിൽ താങ്കളുടെ പ്രചാരണ രീതി എന്ന് പറഞ്ഞാൽ മുഴുവൻ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ റോഡ് എല്ലാവരും ചെയ്യുന്ന റോഡ് ഷോകളോ പറയുന്നില്ല. ഞാൻ പുറത്ത് ചിലപ്പോൾ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് പുറത്തിറങ്ങും, എന്താ പറയുക, ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അറിയിക്കാനോ ശ്രമിക്കുന്നുണ്ട്. പോസ്റ്റേഴ്സ്, ഫ്ലെക്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കാരണം നമുക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ ഇനി അങ്ങനെ വെക്കണമെന്ന് വെച്ചാലും ഇല്ല, അത് ശരിയാകത്തില്ല. അങ്ങനെ ഒരു എനിക്ക് താല്പര്യമില്ല. ഫ്ലെക്സിനോട് മൊത്തത്തിലൊരു താല്പര്യം കുറവാണ്. പിന്നെ ഇത് ഈ ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇത്രയും ഡിജിറ്റൽ മീഡിയ എല്ലാം ഇരിക്കുമ്പോൾ ഈ നാടുകൾ പോസ്റ്റർ ഒട്ടിക്കുന്നതിനകത്ത് എന്തോ ഒരു മണ്ടത്തിലുള്ള പോലെ തോന്നുന്നു. എല്ലായിടയിലും മൊബൈലുണ്ട്, മൊബൈലുള്ളവർക്ക് കണക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇത്രയും പേപ്പറും ഇങ്കും ഒക്കെ മുടക്കേണ്ട ആവശ്യം എന്താ? അതൊരു വേസ്റ്റാണ്. കുറച്ച് ദിവസത്തേക്ക് അത്രയും വേസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഇത് നോക്കുകയാണെങ്കിൽ മറ്റേ റീസൈക്കിൾ പോസ്റ്റേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് വരുന്നത് വേസ്റ്റ് അല്ലേ? റീസൈക്കിൾ യൂസ് വേസ്റ്റ് പറയുമ്പോൾ എന്താ, നമ്മൾ അത്രയും പൈസ മുടക്കുമല്ലേ? ഇപ്പോൾ പറഞ്ഞതല്ലേ, ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് അതിൻ്റെ ഒരു വ്യൂവർഷിപ്പാണ്. ഡിജിറ്റൽ മീഡിയയിൽ അപ്പുറത്തോട്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ പുറത്തിറങ്ങി ഇവരെന്താ ചെയ്യുന്നത്? എത്ര നേരം ഇന്ററാക്ട് ചെയ്യാൻ പറ്റും? ഒരു ഡാറ്റ പറഞ്ഞ് നടക്കുന്ന പരിപാടിയല്ലേ ജിപേയിലൊക്കെ. അല്ലാതെ എല്ലാ വീട്ടിലും കയറി ഓരോരുത്തരോട് സംസാരിക്കുന്നൊന്നുമില്ല. പിന്നെ അതുപോലെ ഇത്രയും വർഷം എന്തോ എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ എന്റെ കൺസെപ്റ്റ് വരാന്ന് വിചാരിച്ചു, അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും പുറത്തൊന്നും ഇല്ലല്ലോ. ട്രാൻസ്പെറൻസി നിൽക്കുമ്പോ ആ സമയത്ത് അപ്പം തന്നെ ചോദിക്കുന്നു, കഴിയുന്നു, പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്താൽ പോകുന്നു. അല്ലാതെ ഇനി 5 വർഷം കഴിഞ്ഞേ കാണത്തുള്ളൂ. എന്നും ഏത് നിമിഷവും കാണുക, രാത്രിയും പകലും, എന്താണ് ദൂരവും ഇല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്നാ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്നാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ആരും വരണ്ട. ഇത് ഇങ്ങോട്ട് കൊണ്ടുതരിക. നമ്മൾ പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകണം, അതല്ല വേണ്ടത്. സർവീസ് ഇങ്ങോട്ടാ തരണ്ടേ, ഞാൻ അങ്ങോട്ട് തരാം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ അവിടെ നടക്കണം. അതിനാണ് ഇത്രയും പേര് ജോലി ഇവിടെ ഇരിക്കുന്നത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ഉദ്യോഗസ്ഥരിപ്പുണ്ട്, എത്ര തൊഴിലാളികളുണ്ട്, എല്ലാവരും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇത് സ്ലോ ആണ്, സിസ്റ്റം സ്ലോ ആണ്. ഓക്കെ, സ്ലോ ആണ്. ഇപ്പോൾ ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ പ്രൊഫൈലിനെതിരെ ഏറ്റവും കൂടുതൽ വന്ന വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ടോപ്പിക്കിന് വന്നാലും അതിനെതിരെ വിമർശിക്കുക എന്നതാണ്. ഏതൊരു ടോപ്പിക്കിനെതിരെ വിമർശിക്കുന്നില്ല. അല്ല, വന്ന വിമർശനം എങ്ങനെയാണ് ആ ഒരു പ്രൊഫൈലിന്? ഇപ്പോൾ അവസാനം ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സഞ്ജു സാംസനെ വിമർശിക്കുന്നുണ്ടായിരുന്നു. അതല്ല, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ ഈ ഇറങ്ങി വരുന്ന ആരാധകർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള ആൾക്കാരെ എന്താ ചെയ്യുക? അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയൊന്നും ആരാധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എവിടെ ആരാധന ഉണ്ടാലും ചിലപ്പോൾ എതിർത്തുന്നില്ല. അത് സഞ്ജു സാംസൺ എന്നുള്ള വ്യക്തിയിലൊന്നും അല്ല. ഞാൻ കണ്ട വാർത്ത എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഇന്ത്യയെ രക്ഷിച്ചു. അപ്പോൾ ഞാൻ സഞ്ജു സാംസൺ ഇന്ത്യയെ രക്ഷിക്കും, പക്ഷേ സഞ്ജു സാംസൺ ഇന്ത്യക്കാരനെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് വർത്തമാനം പറയുന്നത്. അത് കേട്ടിട്ട് ഇപ്പോൾ ഇവർക്ക് ഈ ആരാധകർക്ക് മാത്രമാണ് പ്രശ്നമുള്ളത്. ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റിനോട് അതിയായ താല്പര്യമുള്ള ക്രിക്കറ്റിലെ ഏതെങ്കിലും ഒരു താരത്തിനെ അന്ധമായി ആരാധിക്കുന്ന ഒരാൾക്കേ പ്രശ്നമുള്ളതുകൊണ്ട് അയാളെയാണ് നമ്മൾ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാളൊന്ന് ചിന്തിക്കും. നേരത്തെ സിനിമാന്മാരോടുള്ള ആരാധനയ്ക്ക് എനിക്ക് എതിർപ്പുണ്ടാകുന്നു. ഈ ആരാധനയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആരാധന അത്ര ക്വാളിറ്റി ഉള്ളൊരു എന്താ പറയുക സ്വഭാവമല്ല.
അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ അല്ലെങ്കിൽ ഭീഷണികളായാലും വന്നിട്ടുള്ളതല്ലേ? ഭീഷണികൾ വരുന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭീഷണിയൊക്കെ വരുന്നേ. ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്നത് എല്ലാവർക്കും വരും ആ ഭീഷണി. അതുപോലത്തെ ഭീഷണികൾ എനിക്ക് വന്നിട്ടുള്ള, അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു പരിപാടി ഇല്ലാതെ വീട്ടിലടച്ചിരുന്ന ഇതൊന്നും ഉണ്ടാകുന്നില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. ചിലർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ കേരളത്തിൽ ഇന്നോവേഷൻസ് പൊതുവെ പതിയാണ് വരുന്നതെന്ന് എപ്പോഴും ഒരു ആക്ഷേപമുണ്ട്. ഇപ്പോൾ ട്രാൻസ്പെറൻസി പോലൊരു വലിയൊരു കൺസെപ്റ്റ് ഇപ്പോൾ തിരുവല്ലയിൽ ഒരൊറ്റ ഒരാളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് എത്തുക എന്ന് പറയുന്നതും അത്ര പ്രായോഗികമല്ല. അപ്പോൾ താങ്കളുടെ ഒരു ഉദ്ദേശത്തിൽ ഏകദേശം എത്ര നാളുകൊണ്ട് ഇതൊരു കേരളത്തിൽ അല്ലെങ്കിൽ തിരുവല്ലയിൽ, ഇപ്പോൾ മത്സരിക്കുന്ന തിരുവല്ലയിലാണല്ലോ, ജയിച്ചാലും തോറ്റാലും തിരുവല്ലയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇനി എത്ര നാൾ എടുക്കും? ഞാനിപ്പോൾ ആരായിട്ടാണ് അവിടെ MLA ആണെങ്കിൽ MLA ട്രാൻസ്പെറന്റ് ആയാലും എങ്ങനെ ഇരിക്കും? അതൊരു നല്ല കാര്യമാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു MLA-യോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ദൂരം, എത്ര സമയം, അത് ഒന്നാക്കി കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഉണ്ടാകത്തില്ല. അതൊരു ചേഞ്ച് അല്ലേ? ആ ചേഞ്ച് ഇഷ്ടപ്പെട്ടാൽ ഇത് കേരളം മൊത്തം ആക്കാൻ എത്ര നേരം എടുക്കും? ഞാൻ ഈ പ്രാവശ്യത്തെ മത്സരത്തിൽ ഒറ്റയ്ക്കായിരിക്കും ഇൻഡിപെൻഡന്റ് ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അടുത്ത മത്സരത്തിൽ നിങ്ങൾ നോക്കൂ, ഇതുപോലത്തെ 5-10 പേര് വരും, ഇതേപോലത്തെ ആൾക്കാർ മുന്നോട്ട് വരും. അത് കഴിഞ്ഞാൽ ഞാൻ 2036 എൻ്റെ ടാർഗറ്റ് ഇലക്ഷൻ. ഞാൻ അന്ന് 140 മണ്ഡലമുണ്ട്, അവിടെ എല്ലാം നമ്മുടെ കൺസെപ്റ്റുള്ള കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നതായിരിക്കും. അതെല്ലാം ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് ഉള്ളത് കൺസെപ്റ്റ് ഇതാണ്. അവർ ട്രാൻസ്പെറൻസിയിൽ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ വന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. മനസ്സിലായോ? ഇന്നത്തെ പരാജയങ്ങളൊരു വിഷയമല്ല, ഇത് തുടക്കമല്ലേ. ഞാൻ തോക്കുമായിരിക്കുമോ ജയിക്കുമായിരിക്കും, അതൊന്നും ഞാൻ അങ്ങനെ ജയം പരാജയം ഒന്നും അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. എല്ലാവരും ആദ്യം വരുമ്പോൾ അങ്ങനെ ജയിച്ചിട്ടുള്ളവരാണ് എല്ലാവരും. ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോണ്ടല്ലേ, ഇപ്പോൾ മറ്റിപ്പോൾ സിനിമാ താരങ്ങൾ ഒരുപാട് പേര് മത്സരങ്ങളുണ്ട്, ഇവരെല്ലാവരും ഒരു പാർട്ടി ബാക്കപ്പ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള ബാക്കപ്പിനപ്പുറത്ത് ഒരു പാർട്ടി ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ താങ്കൾ ഒരു പാർട്ടി ബാക്കപ്പിന് വേണ്ടി നോക്കിയത് അല്ലെങ്കിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിരുന്നോ? ഒരിക്കലും. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ സിനിമയുടെ വേറൊരു ബാക്കപ്പാണ് സിനിമ എന്ന് പറഞ്ഞൊരു മീഡിയ, അതുവഴിയാണ് അയാൾ വന്നത്. ഞാൻ അങ്ങനെ വന്നതല്ല. ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സ്പേസിൽ ഞാനായിട്ട് തന്നെ വന്നത് ഞാൻ തന്നെ ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ എന്നെ ഒരു ബാക്കപ്പും എനിക്കില്ല. എനിക്ക് വീഡിയോഗ്രാഫിയിൽ ബാക്കപ്പ് ഇല്ല, എഡിറ്റിങ്ങിൽ ബാക്കപ്പ് ഇല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ബാക്കപ്പ് ഇല്ല, എല്ലാം ഞാൻ തന്നെ ചെയ്തു. അതിന് പറ്റും. അതിന് പറ്റുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ടെക്നോളജി യൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യും. കാരണം 2 ദിവസത്തോളം അറ്റൻഡ് ചെയ്തതാണ്. ഹലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഫെയിം ഉണ്ടാക്കി കൊടുക്കുകയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ഉള്ള ഫെയിം ഇറക്കുകയും ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണല്ലോ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്ര ഭയം തോന്നുന്നില്ലേ? സംഭവിച്ചോട്ടെ, നമ്മൾ അതിനെ അങ്ങനത്തെ ആന്റിസിപ്പേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അതുകൊണ്ടൊന്നും നമ്മൾ മാറേണ്ട കാര്യമില്ല. എന്തിനാ, നമുക്ക് 2 സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് സൈഡ് മാത്രം എടുത്ത് മുന്നോട്ട് പോയാൽ പോരെ. അപ്പോൾ ഇനിയുള്ള ആദ്യം അതായത് ഞാൻ പറയാം, ഞാൻ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വീഡിയോ ഇട്ട സമയത്ത് സത്യത്തിലൂടെ ആരും വീഡിയോ ഇടുന്നില്ല. ചെകുത്താനെന്ന പേരിട്ടുകൊണ്ട് ഈ മുടിയും താടിയും വളർത്തി വന്നപ്പോൾ എന്നെ പലതും പറഞ്ഞ് പലരും പിന്തിരിപ്പിക്കാനും എതിർക്കുകയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ ഞാൻ ഇതിനെ കാണുന്നു. അവിടെ ഞാൻ ഇടപെട്ടത് അത് എൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പക്ഷെ ഓരോന്ന് നമുക്ക് ഓരോ കൺസെപ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്യും. ഓൾറെഡി ഞാൻ സൊല്യൂഷൻ കണ്ടെത്തി. എന്തിനാ? ചാരിറ്റി തട്ടിപ്പിനകത്ത് കിട്ടി. അത് പെർമനന്റ് സൊല്യൂഷനാണ്. പക്ഷെ ഇന്നേ വരെ അതിന് ആരെങ്കിലും ഒരു എന്താ പറയുക വാർത്തകളിലോ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ട് ആരും അറിയാത്ത പോലെ ഇരിക്കുമല്ലോ. പക്ഷെ അതും ഞാൻ വരും. അത് ഈ 10 വർഷത്തിനുണ്ടെ അത് നടക്കും. എല്ലാം ഞാൻ തന്നെ ചെയ്യും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അത് അങ്ങനെയാണ് ഇന്നത്തെ ഈ ടെക്നോളജി. അതാ, മനസ്സിലായില്ലേ? ഇപ്പൊ AI വരെ എത്തി നിൽക്കുക. ഇതിപ്പോൾ കേരളത്തിൽ ഒരു പാർട്ടിയുടെയും ഒരു ബാക്കപ്പ് ഇല്ലാതെ സ്വന്തമായി ഒരു നാട് വികസനത്തിന് വേണ്ടി മാത്രം ഒരു നാടിനെ ഏറ്റെടുത്ത് തരികയെന്ന് പറയുമ്പോൾ 2020 പാർട്ടിയുടെ കിഴക്കമ്പലം എടുത്ത് ഇത്രയും വർഷം 2011 തുടങ്ങി ഇത്രയും വർഷത്തോളം നിന്നു. കൺസെപ്റ്റ് ട്രാൻസ്പെറൻസി അല്ല, ഡെവലപ്മെന്റ് ആണ്. അല്ല അതല്ല. അപ്പൊ പക്ഷെ 2011 തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ 26 ഇലക്ഷൻ വന്നപ്പോഴേക്കും അവർ NDA എന്ന് പറഞ്ഞൊരു പാർട്ടിയുമായി യോജിക്കുകയുണ്ടായി. ഇപ്പോൾ ചെറുതാനും പറയുന്നുണ്ടായിരുന്നു 36 ഇലക്ഷൻ ടാർഗറ്റ്, അതിൽ 140 ഇവിടെയും മത്സരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും പാർട്ടി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ലയനം പോലുള്ള കാര്യങ്ങൾ അവർക്ക് പാർട്ടിക്ക് പറ്റാതെ പെട്ടെന്ന് അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ആരും വരത്തില്ല. ഞാനിപ്പോൾ ഇത്രയും ചാറ്റിങ് നോക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഒറ്റ ചാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടില്ല.
ആണ് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇത്രയും ത്രെറ്റനായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പാർട്ടിക്കാർക്കായാലും. അങ്ങനൊന്നും ഇല്ല. അത് ത്രെട്ടനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തെറ്റിപ്പോയതുകൊണ്ട് മാത്രമുള്ള പ്രശ്നമാണ്. അത് ആർക്കും ഒരു ത്രെട്ടല്ല, ഒരിക്കലും എല്ലാ മനുഷ്യർക്കും നല്ലത്. അതിനകത്ത് ഇക്വാളിറ്റി ഉണ്ട്, അതിനകത്താണ് ജനാധിപത്യം ഉള്ളത്. ജനാധിപത്യം ഈക്വൽ ട്രാൻസ്പെറൻസി എന്നുള്ള രീതിയിലോട്ട് ചിന്തിച്ചാൽ മതി. ഈ ഇക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെയാണ് ഈ ഇടയ്ക്കാണ് ട്രാൻസ്ജെൻഡർ ബില്ല് കേന്ദ്രം അമെൻമെന്റ് ചെയ്തു വരുന്നത്. അതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഇതിനെ കുറിച്ചൊക്കെ ഒരു ആസ് എ സിറ്റിസൺ എന്താണ് ഒപ്പീനിയൻ പറയാനുള്ളത്? എല്ലാ ഈ ജെൻഡർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ കണ്ട് LGBTQA+ വരെയൊക്കെ നിൽക്കുന്നതിന് അപ്പുറത്തോട്ടും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതിലോട്ടൊക്കെ ഈ സമൂഹമൊക്കെ ഇതൊക്കെ അറിഞ്ഞു വന്നിട്ട് വെറും 5-10 വർഷമൊക്കെ ആയി കാണുന്നത്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അറിയുമ്പോൾ ഇങ്ങനെ ജെൻഡർ ഉണ്ടെന്ന് തോന്നും, മനസ്സിലായോ? അത് ലോകം മൊത്തത്തിൽ പ്രശ്നമുണ്ട് ഇതിനെ. അത് പതുക്കെ മാറത്തുള്ളൂ, മനസ്സിലായി? കൂടുതൽ പേര് അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്താ പറയാ, ഇതൊരു ഈ മനുഷ്യനെ, ഏതൊരു മനുഷ്യനെ മനസ്സിലാക്കിയാൽ അത് ജെൻഡറാണ്, അത് ഏത് ജെൻഡറാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അയാളുടെ താല്പര്യങ്ങളോ അയാളുടെ ഓറിയന്റേഷനോ അല്ലെങ്കിൽ അയാളുടെ സെക്ഷുവാലിറ്റിയോ അത് അയാളുടെ മാത്രം പ്രശ്നമാണ്, അല്ല അയാളുടെ മാത്രം ക്യാരക്ടർ ആയിരിക്കും, എന്തും ആയിക്കോട്ടെ, ജെനറ്റിക്സോ എങ്ങനെ ആയിക്കോട്ടെ, അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ പോരെ. നമ്മളെന്തിനാ ഇതിനകത്ത് ഇയാളെങ്ങനെയാണ് ഒരു കാര്യമില്ല. അത് അയാളുടെ പേഴ്സണൽ കാര്യമാണ്, അയാളുടെ ഫിസിക്കലാണ്, അയാളുടെ മെന്റലാണ്, അയാളുടെ ജെനറ്റിക്കാണ്. അല്ലാതെ ആരും ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് എനിക്കിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോയിട്ട് ഇങ്ങനെ ആവാനൊന്നും പറ്റത്തില്ല. അത്ര സിമ്പിൾ അത് മനസ്സിലാക്കുക, ആ മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളത്. ഞാൻ ഒരിക്കലും ഇരിക്കുന്നത് ഒരാളോടും അങ്ങനത്തെ അവരുടെ എന്താ പറയുക ഐഡന്റിറ്റി വെച്ചിട്ട് ഒരു വ്യത്യാസം എനിക്ക് ഇന്നൊരു ചെറുപ്പം തൊട്ടേ തോന്നിയിട്ടില്ല. ഇതിനൊക്കെ ഇവിടെയൊക്കെ ഇത് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ അറിയാം. ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതെങ്കിലും ഒരു സെക്ഷനിലേക്ക് മാത്രമാണോ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആയാലും? അത് നമുക്കിപ്പോ കിട്ടുന്ന ഏരിയ പോലും എവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ടോ അത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ളത് വേണ്ടത് ആ ഒരു സാധനം എല്ലാ ഏരിയകളിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതെല്ലായിടത്തും പറ്റിക്കാൻ പറ്റുന്നിടത്തെല്ലാം പറ്റിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ അർത്ഥം മാറും. അത് കുഴപ്പമില്ല, ഇപ്പൊ പറ്റിക്കുന്നതിനേക്കാളും നല്ല പറ്റിക്കലാണ്. പറ്റിക്കാൻ പറ്റത്തില്ലൂ. തനിക്കിപ്പോ ഒരു CCTV വന്നേ പിന്നെ സൂപ്പർ മാർക്കറ്റിലെ മോഷണങ്ങൾ നിന്നില്ലെങ്കിലും ആരെങ്കിലും എടുത്താൽ കുറഞ്ഞല്ല ഇപ്പൊ എടുത്തെന്ന് വിചാരിക്കുക, എടുത്താലും അത് ആരെടുത്തെന്ന് അറിയത്തില്ലേ, അല്ലെങ്കിൽ ആ കട വന്ന മൊത്തം ആൾക്കാരെ സംശയിക്കത്തില്ല. അതുപോലെ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിടിക്കുന്നുണ്ടല്ലോ, അപ്പൊ കടക്കാരൻ ആ സാധനം അവിടെ തന്നെ കിട്ടുമല്ലോ. അപ്പൊ എന്താ സംഭവിച്ചത്? അതാ മോണിറ്ററിംഗ് സിസ്റ്റം, അതൊരു ടെക്നോളജിയാണ് നമ്മളെടുത്തത്. അല്ലാതെ അതിനു മുമ്പും ഇവിടെ കള്ളനെ പിടിക്കാൻ പോലീസ് ഉണ്ട്. നമ്മൾ കള്ളനെ പോലീസും കളിച്ചിട്ട് കാര്യമില്ല. ആ കള്ളനും പോലീസും കളി ഇവിടുത്തെ ഒരു വലിയ തെറ്റാണ്. ഇവിടെ പോലീസിംഗ് എന്ന് പറഞ്ഞാൽ കള്ളനും പോലീസും കളിക്കുന്ന പരിപാടിയൊന്നും അല്ല, ക്രൈമാണ് നമ്മൾ തടയേണ്ടത്. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് വന്നതിനൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല, മനസ്സിലായില്ല? അപ്പൊ അവിടെ ഫെയിലിയർ നടക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാൻ തക്കതായ അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്താലും ഇത് മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ളൊരു ധാരണയില്ല, മനസ്സിലായോ? പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ടിയിരിക്കും. സിസ്റ്റം എന്ന് പറയുന്ന ഏതൊക്കെ സിസ്റ്റം ഉണ്ടോ അതിനകത്ത് എല്ലാം മാറ്റം വരുന്നത്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഏറ്റവും മോശം. ഈ 3 സിലബസ് എന്തിനാ? ഒറ്റൊരു സിലബസ് മതി എല്ലാവർക്കും. പിള്ളേർ എവിടെ ഇരുന്നേലും പഠിച്ചു. പിന്നെ ശരിയാ, നിങ്ങളുടെ മക്കൾ ഒരു AC-ക്കകത്ത് നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഫീസ് എക്സ്ട്രാ മേടിച്ചു. പക്ഷെ എന്തിനാ ഈ അറിവ് 3 തരത്തിൽ കൊടുക്കുന്നത്? ഇപ്പോൾ പോലീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ഡയലോഗ് സ്പിരിറ്റിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരു ക്രൈം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രൈം ഉണ്ടാകാനുള്ള സാഹചര്യവും കാരണവും തടയാൻ വേണ്ടി ശ്രമിക്കണമെന്ന്. അതുപോലെ നോക്കുകയാണെങ്കിൽ വേറെ ഇപ്പോൾ കേരളം എന്ന സംസ്ഥാനം ഉണ്ടായ ഇത്രയും വർഷങ്ങൾ ഒരുപാട് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും മാറാതെ അല്ലെങ്കിൽ മാറ്റണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു 3 കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കറപ്ഷൻ ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു ആദ്യമായിട്ടല്ലേ ഒരാൾ പറയുന്നത് കറപ്ഷൻ ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരാൾ പുറത്തു വന്ന് പറയുന്നത്. എന്നിട്ട് ആൾ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത്. അത് തന്നെ ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. ഒരു ഈ ചാരിറ്റി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് മൊത്തം കാണിച്ചു. അതേപോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഇത് വന്നത്. അത് സ്കോപ്പ് കൂടുതലായിരിക്കും, മനസ്സിലായി? നമുക്ക് വർക്ക് ചെയ്യേണ്ട ഏരിയാസ് കൂടുതലായിരിക്കും. പക്ഷെ എങ്കിലും അത് നമ്മൾ തുടങ്ങണം, മനസ്സിലായില്ലേ? ഞാനാണെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്തത്, അത്രേ പറയത്തുള്ളൂ. ഒരൊറ്റ ഉറപ്പാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ചെയ്യാം, അത് ചെയ്യാൻ നിവൃത്തിയില്ല. അതേ ഞാൻ ചെയ്യത്തുള്ളൂ,
മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല, എനിക്ക് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. എന്റെ ഉദ്ദേശം ഇതാണ്, ഞാൻ എന്ത് പേര് വന്നു, ചെറുതാന്റെ പേര് വന്നോ, എനിക്ക് എന്തെങ്കിലും എന്റെ ലുക്കിൽ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ ഏത് ജാതിയോ മതമോ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഞാൻ കൊണ്ടുവന്ന സാധനം എന്താണെന്നോ, അല്ല ഇത് വ്യക്തികളെ നോക്കിയിട്ട് ഈ അയാൾ ഭയങ്കര സൂപ്പറാണ്, അയാളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അയാൾ നല്ലപോലെ പാടും ചാടും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഒരു ഫോൺ തരുക, എൻ്റെ ഞാനൊരു ഫോൺ തരുമ്പോൾ അത് ലേറ്റസ്റ്റ് മോഡൽ ഐഫോൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ താൻ നോക്കൂ, ഈ തന്ന ആള് എത്രക്കാരനാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും എനിക്ക് ആ സാധനം വേണം, അല്ലാതെ തനിക്ക് ഞാൻ കൊണ്ടു 3 months തരുന്ന പോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഞാൻ അത്രേ പറയുന്നത്, നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ പറ്റുന്ന പോലെയൊക്കെ എടുക്കുക. ഇപ്പോൾ 36 ഇലക്ഷൻ ടാർഗറ്റ് ആയിട്ട് വെക്കുകയാണ്. അതിനുവേണ്ടി ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ വർഷം ഇലക്ഷന് മത്സരിക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. ഇതിൽ ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ മത്സരിക്കാം അല്ലെങ്കിൽ 36 ടാർഗറ്റ് ആക്കാമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇത്രയും നാളത്തെ ഒരു ഹോംവർക്ക് ഉണ്ടാവുമല്ലോ. ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം, നാടിന് നല്ലതാണെന്ന് തുടങ്ങിയ വർക്ക് എന്നും എത്ര കാലം കൊണ്ടാണ് ഈ ഒരു ഈ ചാരിറ്റി കാര്യങ്ങളുള്ള ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തില്ലേ, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പറയുന്നുണ്ട്. കാരണം അതിനകത്തൊരു എനിക്കൊരു സാമ്പിൾ കാണിക്കാനുണ്ട്, ഒരു മോഡലുണ്ട്. അത് വളരെ സിമ്പിളാണ്, അത് ഭയങ്കര വലിയ ഐഡിയ, അങ്ങനെ ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അത് ഞാൻ മോണിറ്റർ ചെയ്യണ്ട, നാട്ടുകാർ മൊത്തം നോക്കിയിരിക്കുക. താനിന്റെ പൈസ ഇവിടെ പോകുന്നത് ആ കണ്ടിട്ട് അയാളെ കിട്ടി, മനസ്സിലാവുന്നുണ്ടോ? അത് നാളെ നോക്കിയാൽ മതി, അയാൾ റെസ്പോൺസിബിൾ അല്ലേ. ഇപ്പോൾ ഇലക്ഷന് ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ നേതാവായി നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് അവർ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് പ്രതിച്ഛായ എന്ന് പറയുന്നത്. കാരണം ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് പേര് പ്രതിച്ഛായ പോയ സ്ഥാനങ്ങളും അല്ലെങ്കിൽ പാർട്ടിയിലെ സ്ഥാനങ്ങൾ വരെ പോയ ചരിത്രം ഈ അടുത്ത് വരെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറയണ്ടായിരുന്നു, ഒരു പേര് കൊണ്ടോ അല്ലെങ്കിൽ താടിയും മുടിയോ കൊണ്ടോ ഒരുപാട് ചീത്തപ്പേരുകൾ എടുക്കുന്നത്. അപ്പോൾ ഈ പ്രതിച്ഛായ എന്ന് പറയുന്നത് ഈ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ എത്രത്തോളം അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണയാണ് ആളുകളുടെ. ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോ, ഞാൻ എന്താണ് ഈ മേടിച്ച് തന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തരുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ എൻ്റെ കയ്യിൽ കറയോ ചെളിയോ ഒന്നും അതിന് മാറ്റർ അല്ല. അത് പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ആരും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന മനുഷ്യൻ കൊണ്ടുവരുന്ന സാധനം നോക്ക്, മനസ്സിലായില്ലേ? അല്ലാതെ ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ, ഇയാൾ മുടി വളർത്തിയിട്ടുണ്ടോ നാട് വളർത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവർക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ അതേ നോക്കുന്നത്. ഞാൻ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന പോലും അങ്ങനെയാണ്. അതല്ല, ഇയാൾ എന്തൊക്കെ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അല്ലാതെ അയാൾ വെളുത്താണോ കറുത്താണോ നീളമുണ്ടോ അല്ലെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്, അതൊന്നും അല്ല നമ്മൾ അറിയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ധാരണ പോലും ഇല്ല ആരെ പറ്റി. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രചരണം നടത്തുന്ന ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും താങ്കൾ, അല്ലേ? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരുപാട് പേര് ഇപ്പോൾ കുറ്റങ്ങൾ പറയുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ പലരുടെയും പ്രൈവസിയിലേക്ക് അതിക്രമിച്ച് കയറുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതിക്രമിച്ചിട്ടേ ഇല്ല, അത് തെറ്റായ ധാരണയാണ്. ഞാൻ ഇവിടെ വരുന്ന ന്യൂസ് അല്ലെങ്കിൽ എന്റെ ഈ ഫോണെ വന്ന ഏതോ ഒരു വാർത്തയോ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഇന്നവരെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതല്ല, സോഷ്യൽ മീഡിയ കയറുന്നുണ്ട്. അത് ഓരോരുത്തരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അത് ഉപയോഗിക്കുന്ന ആളുടെ കുഴപ്പമാണ്, അല്ലാതെ മീഡിയയുടെ പ്രശ്നമല്ല. അതെനിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കും. ഇപ്പൊ കത്തി പച്ചക്കറി കഴിയാനും ആപ്പിൾ വെട്ടാനും ഉപയോഗിക്കാം. എല്ലാം പള്ളക്ക് ഉപ്പ് എന്നുള്ളത് ആ ഉപയോഗിക്കുന്ന ആളെ ഒരു മാനസിക പോലെ ഇരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞത്, ഒരു ഏത് മനുഷ്യനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയാണ്, അയാളെ ചിലപ്പോൾ ഒരു വിഷക്കാരനാവാം, തനി വെളിവില്ലാത്ത ആൾ വേണേലും ആയിക്കോട്ടെ, ഇതേ അങ്ങോട്ട് പോകരുത്, അവിടെ ഒരു കുഴിയുണ്ട് വീഴും എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തറിയാം എന്ന് പറയുമ്പോൾ നമ്മളാരും കുഴിയിലൊന്നും ചാടരുത്. മനസ്സിലായി? അത്ര സിമ്പിളായിരുന്നു. നമ്മളല്ലാതെ ഇതിനകത്ത് വേറൊന്നും കാണേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കാൻ പറ്റിയാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഗുണമുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ, ആരെങ്കിലും ഉപദ്രവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു ഹാപ്പിനെസ് പോലും കൂടാൻ സാധ്യതയുള്ള സാധനമാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാനിവിടെ വേർതിരിക്കുന്നില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാകുന്നില്ല. ചെറുത്താൻ്റെ പേരിൽ ഇതുവരെ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ലെന്നാ പറയുന്നത്. ദൈവത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ട്രോളൊക്കെ കണ്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. അല്ല ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ ഒരാളെ ഇതുവരെ ഒരു സാധനം വന്നിട്ടില്ല, പൈസ തട്ടിച്ചിട്ടില്ല, അക്രമം ഉണ്ടാക്കിയിട്ടില്ല. ആകെയുള്ള ഈ ഒരു വീഡിയോ പറയുന്ന അല്ലാതെ ഞാൻ ആരുടെ വീട്ടിൽ നിന്ന് കയറിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നെ കൊണ്ട് നേരിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ എവിടെയും കണ്ടിട്ടുണ്ട്. ഞാനീ പറഞ്ഞ അഭിപ്രായം മാത്രമേ പറയുന്നുള്ളൂ, എന്റെ അഭിപ്രായം. പക്ഷെ അതാ, അതിനെന്തിനാ നിങ്ങൾ ഇത്ര രോഷാവരെ എന്നെ തപ്പി വരികയും എന്നെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന കാര്യം എന്താ? അല്ല, ഇന്നേ വരെ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് തെറ്റിയിട്ടുണ്ടെന്നൊന്ന് ഒന്ന് തെളിയിക്കാവോ? പിന്നെ എന്റെ ഭാഷയ്ക്കകത്ത് എന്തോ ഒരു വേർഡ് ഞാൻ ഉപയോഗിക്കുക, അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, ഇവിടെ കേൾക്കുന്ന സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് നടക്കുന്ന തെറിവിളി കേട്ടിട്ടില്ലേ?
ഞാൻ തെറിയൊന്നും വിളിക്കുന്നില്ല. ഒരു വാക്ക് ഉപയോഗിക്കുന്നത് പറഞ്ഞോണ്ടൊക്കെയാണ് അവർ വീണ്ടും വിളിക്കുന്നത്. ഹലോ, അതിന് എല്ലാത്തിനും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ലാസ്റ്റ് വോട്ടേഴ്സിനോട് പറയാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനായിട്ട് എന്താ ഉള്ളത്? കേരളത്തിലെ ജനങ്ങളോട് ഇതേ പറയാനുള്ളൂ. നമ്മൾ എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ തട്ടിക്കൂടായ്പൊക്കെ ഒന്ന് മാറ്റി എടുക്കാൻ ശ്രമിക്കുക. എല്ലാവരോടും ശ്രമിച്ചാൽ നടക്കുന്നത്. നമുക്കൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് കേരള. ഓക്കെ.